ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ തന്നെ ബാക്ക് വീലിൻ്റെ ഭാഗത്തുനിന്ന് വണ്ടി തള്ളണ സമയത്ത് സൗണ്ട് വ്യത്യാസം, അതേപോലെ വാട്ടർ സർവീസ് ചെയ്യുക, സീറ്റ് ലോക്ക് ചെക്കപ്പ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ബാക്ക് വീല് വണ്ടി തള്ളുമ്പോൾ സൗണ്ട് വന്നത് ക്ലച്ചിനകത്ത് വരുന്നത് ഈ ഒരു വീലിൻ്റെ പ്രോബ്ലമാണ് കേട്ടോ. നിലവിൽ അതിൻ്റെ ഒരു ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ആ സൗണ്ട് വരാം. അത് ഇപ്പോൾ നിലവിൽ നോർമലാണ്, അതായത് ചെറിയൊരു സൗണ്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇത് കുറേ കൂടി കഴിയുമ്പോഴത്തേക്കും കൂടുതലായിട്ട് വരും. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കണ്ടീഷൻ എന്താ വെച്ചാൽ, ഇപ്പം നിലവിൽ നമുക്ക് വണ്ടി തള്ളണ സമയത്തോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ വണ്ടി സ്റ്റാർട്ടായിട്ട് വണ്ടി ഓടിക്കാതെ, അതായത് വണ്ടി മൂവ് ആവാതെ നിൽക്കുന്ന സമയത്തോ ആണ് ഈ ഒരു യൂണിറ്റ് വർക്കാവുള്ളൂ. വണ്ടി ഓടുന്ന സമയത്ത് ഇത് വർക്കാവില്ല. അതുകൊണ്ട് തന്നെ ഇത് മാറ്റിയില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. ഇനി അതല്ല സൗണ്ട് 100% ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീലാണ് മാറ്റിയിടേണ്ടതായിട്ട് വന്നെ കേട്ടോ. അത് ഇതേപോലെ കുറേ കഴിയുമ്പോൾ പ്രോബ്ലംസ് വീണ്ടും കാണിക്കാറുണ്ട്. അതൊരു മേജർ കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല. BS6 മോഡൽ വണ്ടികൾക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണിത് കേട്ടോ. അപ്പോൾ അതൊരു കംപ്ലയിൻ്റ് എന്ന് പറയാനില്ല. നിലവിൽ തള്ളണ സമയത്ത് മാത്രമേ നമുക്കൊരു ഇത് ഫീൽ ചെയ്യുള്ളൂ. വണ്ടി ഓടുമ്പോൾ അത് വർക്കിംഗ് അല്ല, ഫുൾ ക്ലച്ച് യൂണിറ്റ് അടക്കം വർക്ക് ചെയ്യണതുകൊണ്ട് അതുകൊണ്ട് യാതൊരുവിധ പ്രോബ്ലം ഇല്ലതാണ്. നിലവിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ബെയറിങ്ങുകളുടെ ആ ഒരു റഫ്നെസ്, അതായത് ശരിക്കും പറഞ്ഞാൽ ആ ഭാഗത്ത് നല്ല ഹീറ്റിംഗ് ഒക്കെ വന്ന സമയത്ത് വരുന്ന ഒരു ചെറിയൊരു പോരായ്മയാണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പൈസ മുടക്കണമെന്നില്ല. അതൊരു കംപ്ലയിൻ്റ് അല്ല. നിലവിൽ നമ്മളതിൻ്റെ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു 90% അഡ്ജസ്റ്റിങ്ങിൽ നിൽക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഇടയ്ക്ക് അഴിച്ച് കയറ്റി മാറ്റേണ്ടതായിട്ട് വരും. അടുത്ത സർവീസ് വരെ എന്തായാലും കിടന്ന് ഓടില്ല കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റി പോകണമായിരിക്കും ബെറ്റർ. ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത്. ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഭാഗത്തുനിന്ന് വന്നതാണ്. അതിൻ്റെ ബെയറിങ്ങിന് പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിൽ കാര്യങ്ങളും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ടയർ പുതിയ ടയർ അടക്കണേ. ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും നിലവിലില്ല. പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽട്ടർ പൊടി കയറി ഫുള്ള് ബ്ലോക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കായി നിൽക്കണം കേട്ടോ. കമ്പനി ഫിൽട്ടറാണ്, മാറ്റേണ്ട ഒരു ടൈമാണ്. കൈയോടെ അത് മാറ്റിയിടാം. ഇത് ശരിക്കും സാധാരണ രീതിയിൽ 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് എയർ ഫിൽട്ടർ മാറ്റേണ്ടി വരിക. എന്നാൽ ചില വണ്ടികളിൽ കൂടുതൽ നേരത്തെ മാറ്റേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. അത് നമ്മൾ ഓടുന്ന ആ ഒരു പ്രദേശം പോലെ ഇരിക്കും. ഒരുപാട് മണ്ണോ പൊടി കാര്യങ്ങളൊക്കെ ഉള്ള വഴിക്ക് ഓടണമെങ്കിൽ പെട്ടെന്ന് മാറ്റേണ്ടി വരും. ഇനി അതല്ല ഹൈവേ കൂടെ മാത്രം ഓടുന്ന വണ്ടിയാണെങ്കിൽ 10,000 ആയാലും ചില വണ്ടികളിൽ ഈ പറഞ്ഞ പോലെ കാര്യമായിട്ടുള്ള പൊടിയൊന്നും കാണാറുമില്ല. അപ്പോൾ ഇത് ശരിക്കും അത്യാവശ്യം പൊടിയായിട്ടുണ്ട്, മണ്ണൊക്കെ കയറിയിട്ട് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റിയിടണമാണ് ഏറ്റവും സേഫ്. ഇത് ഈ ഓയിൽ ഡിപ്പ് ചെയ്തിരിക്കുന്ന മോഡലായതുകൊണ്ട് തന്നെ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. മാറ്റി പുതിയത് വയ്ക്കാനാണ് പറ്റുള്ളൂ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ക്ലച്ച് സൈഡ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഈ ക്ലച്ച് സൈഡ് അഴിച്ച് ചെക്ക് ചെയ്യുന്നതിൻ്റെ വെച്ചാൽ ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ്, CVT ക്ലച്ചാണ് വരാം. അപ്പോൾ അത് നമ്മൾ ഓരോ സർവീസിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ഭാഗങ്ങളിൽ തേമാനം സ്വാഭാവികമായിട്ട് വരും. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ഇടയ്ക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചാണ്. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബുഷുകളുണ്ടല്ലോ, പീസെറ്റ് സ്ലൈഡ് എന്ന് പറയും, ബുഷ് എന്ന് പറയും, അതൊക്കെ അത്യാവശ്യം ഓവലായി തുടങ്ങിയിട്ടുണ്ട്. വേരിയേറ്റർ ബോഡി റോളർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റും ഞാൻ പറഞ്ഞ രീതിയുടെ ഈ ഒരു ബെയറിങ്ങിൻ്റെ സൗണ്ട് ഒഴിച്ചാൽ ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. ആ ക്ലച്ച് റബ്ബർ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ജസ്റ്റ് നിന്ന് കാണിച്ചു തരാം. ഇത് നിലവിൽ കിടക്കുന്ന ബെൽറ്റ് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഓരോ ലെഗിൻ്റെ ഉള്ളിൽ കൂടെ പൊട്ടൽ വീണിരിക്കുന്നുണ്ട്. ഈ സൈഡൊക്കെ തന്നെയാണ് ഇച്ചിരി ഡീപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഓട്ടം ഉള്ളതാണെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, കൈയോടെ ബെൽറ്റ് മാറ്റിയിടാം. ഇനി അതല്ല നമുക്കിവിടെ ലോക്കൽ ചെറിയ ഓട്ടമൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയുടെ നമുക്കിപ്പോൾ ഇതിട്ട് ഓടിയാലും കുഴപ്പമില്ല. അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ 4 മാസം കഴിയുമ്പോഴാണ്, അടുത്ത 4 മാസം കൂടുമ്പോഴാണ് നമുക്ക് സർവീസ് വരാം. എന്തായാലും ഈ ചെറിയ ഓട്ടമൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ 4 മാസം കിടന്നോളും. ഇനി അതല്ല അത്യാവശ്യം ഓട്ടം നമുക്ക് വരും, ലോഡ് വെച്ചുള്ള ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈയോടെ മാറ്റി കളയാം. എപ്പോഴും മാറ്റി പുതിയത് ഇടണമാണ് ഏറ്റവും ബെറ്റർ. ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പൊട്ടും എന്നുള്ളൊരു പേടിയില്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതൽ ചിലവാണ്. ഇപ്പം നമുക്ക് ഇപ്പം മാറ്റുന്നുണ്ടെങ്കിൽ ആ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമാണ് അതിനകത്ത് വരുള്ളൂ കേട്ടോ. ബാക്കിയത്തെ നമുക്ക് സർവീസ് ലേബർ ചാർജൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണല്ലോ. പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. ക്ലച്ചിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ ആ ഭാഗത്തും ഓയിൽ ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ച് നമുക്ക് അതിൻ്റെ കവർ ഗ്യാസ്കറ്റും റബ്ബറും മാറ്റിയിടാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആകെ കൂടി 600 മില്ലി ഓയിലാണ് എഞ്ചിനിൽ വരാം. അപ്പോൾ അതിനകത്തുനിന്ന് ഓരോ ഭാഗവും ലീക്കായി പോയി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ ഇത് കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയിൽ പെടുമ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്തിടാമെന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും. ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും.
അപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ് അതിന് ശേഷം അതും കൂടി അഴിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് റെഡിയാക്കും കേട്ടോ. വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗും എയർ ഫിൽറ്ററും കൂടിയിട്ട് ഒരുമിച്ചാണ് മാറ്റേണ്ടത് കേട്ടോ. അപ്പോൾ പ്ലഗ് മാറ്റുമ്പോൾ എയർ ഫിൽറ്റർ മാറ്റണം, എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ പ്ലഗ്, അതങ്ങനെ ഒരു സെറ്റായിട്ടാണ് നമുക്ക് മാറ്റേണ്ടി വരിക. അപ്പോൾ അതും കൂടി നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്, വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, വോൾട്ട് നോക്കുമ്പോൾ 13.95 വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 9.12 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ കണ്ടീഷനിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, അത്യാവശ്യം പവർഫുള്ളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ ഭാഗങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കൂടെ എയർ ഫിൽറ്റർ, പ്ലഗ് തുടങ്ങിയിട്ട് എഞ്ചിൻ ഓയിൽ വിത്ത് സർവീസ്, അതിനോടനുബന്ധിച്ച് വന്ന വർക്കുകൾ, ബാക്ക് ബ്രേക്ക് ഷൂ അതടക്കം ഉൾപ്പെടുത്തി, ഹെഡ് കവർ, ഗ്യാസ്കറ്റ്, ആ ലീക്കുള്ള ഭാഗങ്ങൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇടാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്ക് ആ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പരമാവധി കണ്ടുമ്പോൾ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ.